ഇന്നലെ രാത്രി വിളിക്കാന്ന് പറഞ്ഞു വെച്ച ആളാ. എന്നിട്ട് ഇപ്പഴാ വിളിക്കുന്ന? ഇല്ല. നീ കഴിച്ചോ? എനിക്കൊന്ന് കാണാൻ പറ്റുമോ? വൈകിട്ട് മതി. നിനക്കില്ലെങ്കിൽ എപ്പോഴും തിരക്കാം. ഞാൻ പിന്നെ വിളിക്കാവേ. നീ ആരോടെ സംസാരിക്കുന്നത്? ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു. അതോ, അതെന്റെ ഫ്രണ്ടാ പപ്പ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയല്ലോ പപ്പ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഫോൺ വിളി അത്ര ശരിയല്ല. ആ, ഞാൻ ഇറങ്ങി. ഈ ഷീന തങ്കപ്പൻ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോ ഒന്നിനൊരു കുറവ് വരില്ല, നിങ്ങൾക്കറിയാവുന്നല്ലേ. എല്ലായിടത്തും എന്റെ കൈ തന്നെ എത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ നിമ്മി കുര്യന്റെ ഒരു കാര്യം. തങ്കു മോർണിംഗ് വാക്കിന് പോയില്ലേ? മോർണിംഗ് വാക്ക് വൈകുന്നേരം പോയിക്കോളാം. പോകുമ്പോ ടോമിയെ കൂടെ കൊണ്ടുപോകണം. തിരിച്ചു കൊണ്ടുപോകാൻ കൂട്ടിക്കയറ്റാനും മറക്കരുത്. നിനക്കറിയാവുന്നല്ലേ ക്ലബിലെ കാര്യങ്ങള്. ഇതാരാടി? അത് എന്റെ ഫ്രണ്ടാ മമ്മി. ഇതാണ് ഞാൻ നേരത്തെ സംസാരിച്ചു വെച്ചത്. ഫ്രണ്ടിനാണോ ലവും കിസും ഒക്കെ സിമ്പിൾ ഇട്ട് വെച്ചിരിക്കുന്നത്? അത് ഞാൻ മമ്മിയോട് പറയാനിരിക്കുവായിരുന്നു. എന്ത് പറയാൻ? തങ്കു പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്ക്. ഇതാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ വീട്ടിൽ ഞാൻ പറയുന്നതേ നടക്കത്തുള്ളൂ. എന്റെ മമ്മിയുടെ സ്റ്റാറ്റസിന് കോട്ടം വരുത്തുന്ന എന്തെങ്കിലും ഈ മോള് ചെയ്യൂന്ന് മമ്മിക്ക് തോന്നുന്നുണ്ടോ? എന്താ നീ പറഞ്ഞു വരുന്നത്? മമ്മി, ലണ്ടനിൽ ബിസിനസ് സാമ്രാജ്യമുള്ള, US-ൽ സെറ്റിൽഡ് ആയിട്ടുള്ള കോടീശ്വരനായ ജോസ് മേപ്പലാടന്റെ ഒരേ ഒരു പുത്രൻ സഞ്ജു മേപ്പലാടൻ. അതാണ് മമ്മി എന്റെ ലവറിന്റെ പേര്. മമ്മി, നീ പറഞ്ഞതൊക്കെ സത്യമല്ലെങ്കിലേ നിന്റെ മേപ്പലിന് ഞാൻ ആട്ടും. മമ്മി ഓടി. ആരോടി? അതല്ല മമ്മി, ബെൻസ്, ജാഗോർ, BMW, ഇങ്ങനെ ഓരോ ദിവസം ഓരോ കാറിലാണ് മമ്മി അവൻ എന്നെ പിക്ക് ചെയ്യാൻ വരുന്നത്. അയ്യോ, ഈ എന്റെ മോള് തന്നെ പുളിങ്കൊമ്പിലാണല്ലോടാ നീ പിടിച്ചിരിക്കുന്നത്. നിന്റെ സഞ്ജുവിനോടെ എത്രയും പെട്ടെന്ന് പേരൻസിനെ പറ്റി വന്ന് മമ്മിയെ കാണാൻ പറയും. പറയാം. ഇനി ക്ലബിൽ ഞാനൊരു വെലസ്. അയ്യോ ടൈമായി, അവിടെ എല്ലാരും എന്നെ കാത്തിരിക്കാം. അല്ലെങ്കിൽ കുറച്ച് കാത്തിരിക്കട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇന്നത്തെ ഓപ്പറേഷൻ ഇവിടെയാണ്. കണ്ടിട്ട് വല്ലതെ തടയുന്ന തോന്നുന്നു. നീ ഓരോന്ന് പറഞ്ഞിട്ട് ഭാര്യ തേച്ചിട്ട് മുഖം ചൊറിയുന്നതാ. അനക്കിപ്പൊക്കെ ചൊറിയും. ഇതെന്റെ എക്സ്പീരിയൻസ് എന്ന് പറയണതാണ്. ഈ താളം മുകളിലോട്ട് ഞാൻ താഴെ പോലെ മണ്ടത്തിലൊന്നും കാണിക്കലേ. ഞാൻ സൂക്ഷിക്കാം, നീ ഒന്ന് സൂക്ഷിക്കുക. ഇങ്ങനൊരു കുട്ടയും കുട്ടിയിട്ടാണല്ലോ ഞാൻ വന്നത്. പമ്മി നടക്കുമ്പോൾ പണികൾ കിട്ടുന്നൊരു കള്ളൻ ഈ പാവി ചെല്ലുന്നിടം ഇനി പാതാളം. പാവം ഈ കള്ളൻ. നിന്നോട് ഞാൻ പറഞ്ഞത് മണ്ടത്തരം നീ എന്താണ് അടുക്കള ചെയ്തു? ഇതിന്റെ ബാക്ക് സൈഡിലെ ഹാളിന്റെ അപ്പുറം ബെഡ്റൂം. എന്നെ പോലീസ് സ്റ്റേഷനിൽ കേട്ടോടെ മോളിൽ പണി.
മിഴി തുറന്നോരു കാറ്റായി വിശുന്നൊരു കാലത്ത് മിഴികളിൽ ചായം പുരട്ടിയിടുന്നോരു തസ്കര വീര വീര അവർ നടന്നെത്തുന്നു അടിമുടി മുടിക്കാണ്ട് നടന്നു പടവുകൾ വ്യക്തിയും വാതിൽ തുറന്നും അടുക്കളയിൽ വഴി തെറ്റിക്കയറി കള്ളന്റെ ചേരി നൃത്തം ആടുന്നു മധ്യക്കുട്ടിയിൽ എരിക്കടിയിൽ വൻ കാര്യം മറന്ന് ആർമാദിച്ചു കള്ളന്റെ ചേരി നൃത്തമാടുന്നു താങ്കു മോളെ സൗണ്ടല്ലേ കേട്ടത്? അവള് വല്ല ഫോണിലകത്ത് സഞ്ജു സഞ്ജു ശബ്ദം ഉണ്ടാക്കല്ലേ? നീ എന്താ ഇവിടെ? എനിക്കറിയാം നീ എന്നെ കാണാൻ വന്നതല്ലേ. അതെ, അപ്പൊ എന്നോട് സ്നേഹമുണ്ട്. പിന്നെ മോളെ മമ്മി ഇത് സഞ്ജു. മോനെന്താ ഈ സമയത്ത്? അത് സഞ്ജു എന്നെ കാണാൻ വന്നേ മമ്മി. അല്ല ഇതെന്താ മുഖത്തൊക്കെ? മമ്മി ഞാൻ പറഞ്ഞില്ലേ സഞ്ജു മമ്മീനെ പോലെ ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അതെ അതെ. ഇന്ന് രാവിലെ ഇവിടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ മോന്റെ പേരൻസിനെ വിളിച്ചിട്ട് മമ്മിയെ കാണാൻ വരണം. അത് ഞാൻ വരുന്നുണ്ട്. എനിക്ക് ഇപ്പൊ പോയേ അയ്യോ എന്റെ ക്ലബിലെ രാധാമണി ഗ്രേസി എങ്ങാനും മോനി രാത്രി ഇറങ്ങി പോകുന്ന കണ്ടു കഴിഞ്ഞാ എന്റെ സൊസൈറ്റിയിലെ ഇമേജ് പോകും. അതുകൊണ്ട് എന്തായാലും നാളെ നേരം എടുത്തിട്ട് പോയാൽ മതി. ഇല്ല, അത് പറ്റില്ല. എന്റെ ഒരു സുഹൃത്ത് വണ്ടിയിൽ വെയിറ്റ് മമ്മി ചെയ്യുന്നു. പറയുന്ന കേക്ക് സഞ്ജു. എനിക്കത് ഞാൻ പോയിട്ട് അവനെ പൊക്കി അവനെ പൊക്കി. ഇതെന്തെങ്കിലും അത്യാവശ്യം വന്നാൽ മാത്രമേ ഉപയോഗിക്കാവൂ. ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് വെച്ചോളൂ. ഓക്കെ, ഇപ്പൊ എന്റെ ബുദ്ധി പ്രയോഗിക്കുന്ന സമയമായി. എന്ത് പണിയാണ് നീ കാണിച്ചത്? എന്താടാ? എടി ഇത് ആരാണെന്ന് അറിയാം എനിക്ക്. എടി ഇതാണ് റീന.
ഇവളെ കെട്ടിയിട്ട് കോടീശ്വരനാണ്ട കാര്യം ഞാൻ ഇന്നലെ വരെ നിന്നോട് പറഞ്ഞത്. നീയല്ലേ പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഒന്ന് ഒഴിച്ചിട്ട് ഇങ്ങനൊരു മണ്ടനെയും കൂട്ടിയിട്ടാണല്ലോ ഞാൻ ഈ പണിക്ക് വന്നത്.